ബീഫ് പ്രിയരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ, കോഴിക്കോടാണ് താമസമെന്നുണ്ടെങ്കിൽ കേൾക്കേണ്ട വാർത്തയാണ്. കോഴിക്കോട്ട് ബീഫിന് വില കൂടും. ഈ മാസം 15 മുതൽ വില വർധന പ്രാബല്യത്തിൽ വരും. കിലോയ്ക്ക് 60 രൂപ കൂട്ടാനാണ് വ്യാപാരികളുടെ തീരുമാനം. 1 കിലോ ബീഫിന് ഇനി മുതൽ 460 രൂപയാകും. ഇറച്ചിക്ക് വില കൂടുന്നതോടെ ഹോട്ടലുകളിൽ ബീഫ് വിഭവങ്ങൾക്കും വില കൂടും. ഉരുക്കൾക്ക് വില കൂടിയതോടെ ഇറച്ചിക്ക് വില കൂട്ടാതെ മാർഗമില്ലെന്നാണ് മീറ്റ് മെർച്ചന്റ് അസോസിയേഷൻ നേതാവ് സായിദ് ബിഗ് ടിവിയോട് പറഞ്ഞത്. ചന്തയിലൊക്കെ ഒരു 10-50 ലോഡ് വരുന്ന അവിടെ ഒരു 10 ലോഡൊക്കെയാണ് ആകെ വരുന്നത്. അപ്പോൾ സാധനം ടൈറ്റാണ് വരുന്നത്. അപ്പോൾ കച്ചവടക്കാർക്ക് നിലനിൽപ്പ് കുറവാണ്. 400 റുപ്യ ഇറച്ചി ബോൺലെസ് 460. അത് കോഴിക്കോട് ജില്ലയിൽ മൊത്തത്തിൽ അങ്ങനെ വിൽക്കാനാണ് നമ്മൾ ഇന്നലെ തീരുമാനിച്ചത്. ഉരുക്കൾക്ക് ക്ഷാമം ഉണ്ടായത് കൊണ്ടാണ് നമ്മൾ വില വർദ്ധിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്നത്. ഈ വിലയിൽ കച്ചവടക്കാർക്ക് നിലനിന്ന് പോകാനൊക്കെ ഉള്ളൂ. ലാഭത്തിലേക്കൊന്നും വരുന്നൊരു ഇതല്ല. ഈ 400-ലും നിൽക്കുന്ന അവസ്ഥയല്ല ഇപ്പോൾ ഉണ്ടാവുന്നത്. പ്രശാന്ത് നിലമ്പൂർ നമുക്കൊപ്പം. സുപ്രഭാതം പ്രശാന്ത് നിലമ്പൂർ. പ്രശാന്തിന്റെ ഫേവറേറ്റ് എന്താണ്? BDF ആണോ അതോ ഉലർത്താണോ? എന്താണ് സ്ഥിരം കഴിക്കാറുള്ളത്? സുജിയ, ഇപ്പോൾ ബീഫ് കഴിക്കലൊക്കെ കുറച്ചിട്ടുണ്ട്. പക്ഷേ നേരത്തെയൊക്കെ ധാരാളം ബീഫും പൊറോട്ടയൊക്കെ നമ്മുടെ എല്ലാവരുടെയും പ്രധാനപ്പെട്ട ഒരു ഭക്ഷണമാണല്ലോ. സുപ്രഭാതം ഏതായാലും. അപ്പോൾ ആ ദേശീയ ഭക്ഷണത്തിൽ സുപ്രഭാതം രാവിലെ തന്നെ പൊറോട്ടയും ബീഫും ഒക്കെ അടിച്ച് ദിവസം തുടങ്ങുന്ന ആൾക്കാർ ധാരാളമുണ്ട് എൻ്റെ സുഹൃത്ത് വലയത്തിലും. അപ്പോൾ അവരൊക്കെ കുറച്ച് കൂടുതൽ പണം മുടക്കേണ്ടി വരും. ദീപക് മലയമൊക്കെ തലയിൽ കൈവച്ചിരിക്കുന്നു എന്നാണ് കേട്ടത്. എന്തുകൊണ്ടാണ് ഈ വില വർദ്ധിപ്പിക്കാതെ മറ്റു മാർഗമില്ല എന്ന് പറയുന്ന പ്രതികരണമാണല്ലോ നമ്മൾ കേട്ടത്. സുജയ്, സംസ്ഥാനത്ത് ഈ വടക്കൻ കേരളത്തിലാണ് ബീഫിന് കുറച്ച് വില കുറവുണ്ടായിരുന്നത് നേരത്തെ മുതൽ തന്നെ. അതിൻ്റെ കാരണം പ്രധാനമായും ഈ ഉരുക്കളൊക്കെ വരുന്നത് തമിഴ്നാട്ടും അതുപോലെ തന്നെ കർണാടക, ആന്ധ്രാപ്രദേശ് പോലെയുള്ള സംസ്ഥാനങ്ങളിലാണ്. അപ്പോൾ തമിഴ്നാട്ടിൽ നിന്നും കർണാടകയിൽ നിന്നുമൊക്കെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുന്ന ചെലവ് കുറവായതുകൊണ്ട് വടക്കൻ കേരളത്തിൽ പൊതുവെ മാട്ടിറച്ചിക്ക് വില കുറവായിരുന്നു. പക്ഷേ ഇത്തവണ അത് കൂടുകയാണ്. ഇവിടെ പ്രധാനമായും പറയുന്നൊരു കാരണം ഇതിൻ്റെ ലഭ്യത കുറവാണ്. കർണാടകയിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നുമൊക്കെ ഇങ്ങോട്ടേക്ക് വരുന്നത് വളരെ കുറഞ്ഞിരിക്കുന്നു. ആ ഒരു സാഹചര്യത്തിൽ ഇതിൻ്റെ ആവശ്യം കൂടിയതോടെ തന്നെ ഇതിനെ കൊണ്ടുവരുന്ന ഉരുക്കളുടെ വില കൂടുന്നു. ഉരുക്കളുടെ വില കൂടുന്ന സാഹചര്യത്തിൽ ഇതിന് വില വർദ്ധിപ്പിക്കാതെ മുന്നോട്ട് പോകാനാവില്ല എന്നുള്ളതാണ്. 400 രൂപയും 390 രൂപയൊക്കെ ആയിരുന്നു 1 കിലോ മാട്ടിറച്ചിക്ക് കോഴിക്കോട്. ഇത് കോഴിക്കോടത്തെ മാത്രം പ്രശ്നമല്ല. ഇപ്പോൾ കോഴിക്കോടാണ് വില വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുള്ളതെങ്കിലും മലപ്പുറത്തും കണ്ണൂരും കാസർഗോഡും ഉൾപ്പെടെയുള്ള വടക്കൻ കേരളത്തിലാകെ ഈ വില വർധന ഉണ്ടാകുമെന്ന് തന്നെയാണ് പറയുന്നത്. വ്യാപാരികൾ നേരത്തെ വ്യാപാരി പറഞ്ഞതുപോലെ തന്നെ ഇതൊരു താൽക്കാലികമായ വർധനവ് മാത്രമാണ്. ഈ വർധനവ് കൊണ്ടും പിടിച്ചു നിൽക്കാനാവില്ല എന്നുള്ളതാണ് വ്യാപാരികൾ പറയുന്നത്. വരും ദിവസങ്ങളിൽ ഇനിയും വില കൂട്ടേണ്ടി വരുമെന്നാണ്. അതായത് 500 രൂപയിലേക്ക് അടുക്കുമെന്നുള്ളത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ഈ ഗ്യാസിന്റെയൊക്കെ വില വർധനവിന്റെ ഭാഗമായി പൊറോട്ട ഉൾപ്പെടെയുള്ള ഹോട്ടൽ വിഭവങ്ങൾക്കൊക്കെ വില കൂടിയിട്ടുണ്ട്. അതിന്റെയൊക്കെ പിന്നാലെ ഇനി ഇപ്പോൾ ഈ ഇറച്ചിയുടെ വില കൂടി കൂടുന്നതോടുകൂടി ബീഫും പൊറോട്ടയും എന്ന മലയാളിയുടെ സ്ഥിരം സങ്കല്പം കുറയ്ക്കേണ്ടി വരും എന്നുള്ള കാര്യം ഉറപ്പാണ്. സുജയ, അതൊരു ലക്ഷറിയായി മാറുകയാണ് പ്രശാന്ത് നിലമ്പൂർ. പക്ഷേ മലയാളിക്ക് പൊറോട്ടയും ബീഫും അതൊരു അഡാറ് കോംബോയാണ്. അതിൽ നിന്ന് അവരൊരിക്കലും പിന്നോട്ട് പോകില്ല. ഏത് നാട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ അതിപ്പോൾ ബീഫ് കിട്ടാത്ത ഇടത്താണെങ്കിൽ പോലും അവിടെ ബീഫുണ്ടോ എന്ന് ചോദിക്കുന്നവരാണ് മലയാളികൾ. ചില ഭക്ഷണശീലങ്ങളൊക്കെ അങ്ങനെയാണ്. അപ്പോൾ പോത്തിറച്ചി ഇഷ്ടപ്പെടുന്ന ആളുകളൊക്കെ ഇപ്പോൾ ഇത് കേട്ട കുറച്ചൊന്ന് സാഡായിട്ടുണ്ടാവും. എന്തായാലും മറ്റിടങ്ങളിലൊക്കെ ഇതിനേക്കാൾ കൂടുതലാണ് കേട്ടോ. 1 കിലോ ബീഫിന്റെ വിപണി വില 450 മുതൽ 520 രൂപ വരെയാണ്. ഞാൻ വില നിലവാരം ഒന്ന് സംസ്ഥാന വ്യാപകമായി നോക്കിയപ്പോൾ കന്നുകാലികളുടെ വരവിലുണ്ടായ കുറവ് അത് സംസ്ഥാനത്തുടനീളം വലിയ വർധനയിലേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ ഓൾ കേരള മീറ്റ് മെർച്ചന്റ്സ് അസോസിയേഷന്റെ തീരുമാനം അനുസരിച്ച് എല്ലുള്ള ബീഫിന് വിത്ത് ബോൺ ആണെന്നെങ്കിൽ കിലോയ്ക്ക് 400, എല്ലില്ലാത്തതാണെങ്കിൽ 460 എന്ന രീതിയിലേക്ക് പോവുകയാണ് വില.